ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർത്തെ 4ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കണത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ബേസ് ഉണ്ടല്ലോ, ബേസ് ഒരു ചുറ്റും കടലാണ്. കടലിൻ്റെ ഞാൻ കുറച്ച് തുഴഞ്ഞു പോയപ്പോൾ അറ്റത്തൊരു ഐലൻഡ് കാര്യങ്ങളൊക്കെ കണ്ടു. ഐലൻഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ എന്തിനാ ഐലൻഡ് പോയി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വില്ലേജ് കണ്ടുപിടിക്കാനാണ്. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അധികം സമയം കിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൊണ്ട് പത്തനംതിട്ട റെക്കോർഡ് ചെയ്യാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ മെയിൻ ഗോൾ എന്താ വെച്ചാൽ വില്ലേജ് കണ്ടുപിടിക്കണം, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വില്ലേജ് ഞാൻ കുറച്ച് നടന്നിട്ടും കാണില്ല. അപ്പം ഞാൻ ഈ വേൾഡിൻ്റെ ഇതിൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേൾഡിൻ്റെ ഒരു ക്രിയേറ്റീവ് കോപ്പി അതേ സ്പീഡിൽ എടുത്തിട്ട് ഞാൻ വില്ലേജ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെവിടെയാണ് ഞാൻ കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് പോയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കണത് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബേസിൽ തുടങ്ങി വന്ന ഒരു ഐലൻഡിൽ നിന്ന് ഇവിടെയാണ് നമ്മുടെ അത് വരുന്നത്. ഞാനിപ്പോൾ ഒരു മരയുടെ മണ്ടയിലാണ്. കഴിക്കാനായിട്ട് ഭക്ഷണം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ചിക്കൻ ഉണ്ട്, അതൊക്കെ ഹങ്കർ കുടിക്കുമെന്ന് അറിയില്ല. തൽക്കാലം നമുക്ക് 2 കഴിച്ചിട്ടുണ്ട്, ഹങ്കറൊന്നും പിടിച്ചിട്ടില്ല. ഇനി സൂക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങണം. ബൈ ദ വേ, ഞാൻ 2ാമത്തെ വട്ടമാണ് ഇവിടെ കയറുന്നത്. ഓഫ് ക്യാമറയിലായിരുന്നു ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെൽത്തും പകുതിൻ്റെ അധികം കഴിഞ്ഞു. ഞാൻ നല്ല ടെൻഷനിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഓക്കെ, ഹാർഡ് കോർ വേൾഡ് ഇപ്പോൾ ചാവുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് ആ വില്ലേജ് കണ്ടുപിടിക്കാം. ആ വില്ലേജ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -400 സംതിങ് അങ്ങോട്ട് പോയിട്ട് 200, അപ്പോൾ അത് ഏകദേശം ഇങ്ങോട്ടായിട്ട് പോയിട്ട് ഇങ്ങോട്ട് പോവാം. ഒരു സൈഡ് ചാരിട്ട് ഇങ്ങോട്ട് പോവാം. അതൊരു സ്പ്രൂസ് വില്ലേജ് ആണ്. അവിടെ നമുക്ക് മെയിനായിട്ട് ക്രോപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല. പൊട്ടാറ്റോ കിട്ടുന്നുണ്ട്, അത് ഞാൻ നോക്കി വെച്ചതായിരുന്നു. പൊട്ടാറ്റോ കിട്ടും അവിടുന്ന്. ക്യാരറ്റ് കിട്ടുമെന്ന് അറിയില്ല, ഞാൻ അത്ര ഇതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഈ പൂ വേണ്ട, അത് നമുക്ക് എടുക്കാം. ഈ പൂ നല്ലൊരു പൂവാണ് കിട്ടും, നമുക്ക് എടുക്കാം. ഒരു 3 മതി. ഇനി അടുത്തത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് വലിയ 2 പൂ, ഇത് ഒരു 3 തന്നെ മതി. പിന്നെ നമുക്ക് ബോൺമിൽ വെച്ച് ഒപ്പിക്കാം, കാരണം 2 പൂക്ക് ഹൈറ്റുള്ള പൂവിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് അതിൻ്റെ കോപ്പി കിട്ടും. അതുകൊണ്ട് അത്ര മതി. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും ബോൺമിൽ വെച്ചിട്ട്. പിന്നെ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയ അത്ര തന്നെ. പിന്നെ നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ അടിക്കാം. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും മെയിനായിട്ടില്ല. അവിടെ ചെല്ലുന്ന ഫുഡ് കിട്ടും. അവിടെ ചെല്ലണതിൻ്റെ മുമ്പ് വിശന്ന് ചാവും എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഷുഗർ കെയിൻ കിട്ടും, ഷുഗർ കെയിൻ കിട്ടി. നമുക്ക് ഇതുവരെയായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ അതെടുക്കും. ഷുഗർ കെയിൻ ഭയങ്കര ആവശ്യമാണ്. അവിടെ പന്നിക്കുണ്ട്, അതിനടിച്ചു കൊണ്ടില്ല. അതിൻ്റെ ഭക്ഷണം എടുത്തിട്ട് നമുക്ക് ആസ്വദിക്കില്ല. ഓക്കെ, നമുക്ക് കുക്ക് ചെയ്യാൻ നേരില്ല, നമുക്ക് അങ്ങനെ എടുത്തോണ്ട് പോയിരുന്ന ഡയറക്റ്റ് നേരെ പോവാം ആ വില്ലേജിക്ക്. ഞാൻ പറഞ്ഞ ഫ്രൂട്ട് പോയാൻ പറ്റുന്നുണ്ട്, പക്ഷെ വില്ലേജ് ഇനി കുറച്ച് ദൂരമുണ്ട്. ഈ വില്ലേജ് എപ്പോൾ എത്തുകയെന്ന് അറിയില്ല. വില്ലേജ് എത്ര വരുന്ന കാണിക്കണം, അതോ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വില്ലേജ് എത്തിയിട്ട് കാണിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം ഞാൻ വില്ലേജ് എത്തിയിട്ട് കാണിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വില്ലേജ് വരുന്നത്. തൊട്ടടുത്തായിട്ട് റൂയിൻഡ് പോർട്ടലുണ്ട്. ഓക്കെ, നമ്മുടെ ഹങ്കർ അങ്ങോട്ട് തീർന്നിട്ടുണ്ട്, നല്ല കാര്യം. ഇനി അവിടെ നിന്ന് ടൊഴിഞ്ഞു പോകണം. ഒരു ട്രെയിനിനെ കണ്ടു. എൻ്റെ റിസ്കിലാണ് ഞാൻ ഇപ്പോൾ പോണത്. അവിടെ എത്തിയിട്ട് കിട്ടണം ഒക്കെ എടുത്തുകൊണ്ട് വരാം, ഒരെണ്ണം ബാക്കി വെക്കണം. ഇതിട്ടൊന്നും പിന്നെ എനിക്ക് ആവശ്യമില്ല. ഓക്കെ, ഇവിടുന്ന് ലൂട്ട് അടിക്കാൻ കഴിയും. നമ്മുടെ എന്നത്തെ മെയിൻ പരിപാടി പിന്നെ പമ്പ് എടുക്കാൻ കഴിയും. ഓക്കെ, പമ്പിൻ കുറച്ച് ഇവിടുന്ന് എടുക്കാം. ഓക്കെ, ഇനി ഇത് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയിട്ട് ആ പമ്പി എടുക്കാം. നമുക്ക് ഇത്ര തന്നെ മതി, നമുക്ക് സീഡ് വെച്ച് ഒപ്പിക്കാം. കമ്പോസ്റ്ററൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നോർമലിനെ തിരിച്ചു പോയിട്ട് കൊണ്ടുപോകണം. അത് പിന്നെ എപ്പോഴെങ്കിലും അവിടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം അവരെ കൊണ്ടുപോകണം സിമ്പിളായിട്ടുള്ള പരിപാടിയില്ല. ഓക്കെ, ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കാം.
ഈ പൊട്ടാറ്റോ ഉണ്ട്, ഫ്രൂട്ട് കൊടുത്തുണ്ട്, കുറെ സാപ്ലിംഗ് ഉണ്ട്, എടുക്കാം. ജസ്റ്റ് പോലും ബാക്കി വെക്കരുത്, അങ്ങനെ എടുക്കാം. ഓക്കെ എടുക്കാം. ഇനി അടുത്ത വീട്ടിലേക്ക് പോവാം. ഈ എല്ലാ വീട്ടിലും ഈ ലോട്ട് തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ അടുത്താണെങ്കിൽ സ്പേസ് ഇല്ല. സ്റ്റോൺ കട്ടർ മോനെ, സ്റ്റോൺ കട്ടർ എടുക്കാൻ വേണം. ഇത് ആവശ്യമുള്ള സാധനമായിരുന്നു. അത് ഇത് പൊട്ടി, സ്റ്റോൺ കട്ടർ വെട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റോൺ കട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ആ എന്താ വീട് ഫുള്ളും ലൂട്ട് ചെയ്യാൻ ക്യാമ്പ് ഫയറൊക്കെ ഒക്കെ നമുക്ക് എടുക്കാം. ഇതൊന്നും ബാക്കി കിട്ടാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ചാർക്കോളാണ് കിട്ടിയിട്ടുള്ളത്, അത് മാറ്റിക്കാം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ ലൂമിന്റെ ആവശ്യം എന്താ? ആകെ പ്രശ്നമായാലും ഇത് സ്പേസ് ഇല്ല. ഇതെന്ത് മാറ്റിട്ട് വയ്ക്കാം? വീറ്റ് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. ഞാൻ അന്വേഷിക്കണ ഏതെങ്കിലും ഏതാ ലൂട്ട്? ഭക്ഷണം കിട്ടി, ക്രാഫ്റ്റിന്റെ അപ്പൊ വരാട്ടോ. അന്ന് ഞാൻ പോയി നോക്കിയപ്പോ ഏതോ ഒരു വീട്ടില് ബണ്ടിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ബണ്ടിൽ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. പൊട്ടാറ്റോ കൊടുക്കണം. ഇവിടെ വയ്ക്കാം. നമുക്കൊരു ബണ്ടിൽ കിട്ടി. ബണ്ടിൽ പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡല്ല സ്റ്റോർ ഉദ്ദേശിച്ചത്, അതൊക്കെ സ്റ്റോറേജ് വയ്ക്കാം. 64 ഐറ്റംസ് ഒക്കെ വരെ സ്റ്റോറേജ് വയ്ക്കാം. സ്റ്റോറേജ് നല്ല ഹെൽപ്ഫുൾ ആവും. ഇവിടെ ആള് നമ്മള് മോഷ്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. ക്രാഫ്റ്റ് ടേബിൾ ഒക്കെ ഓരോ സ്ഥലത്ത് വയ്ക്കാം. ടേബിൾ ആവശ്യമില്ല, പക്ഷെ നമ്മള് ലോക പിച്ചി അതൊരു ടൈപ്പ് ആയതുകൊണ്ടാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ വരെ എടുത്ത് പോകണം. എമറാൾഡ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. ഈ സാധനം അങ്ങനെ നമ്മുടെ ഹങ്കർ ഫൈനലി ഒന്ന് ഫുൾ ആയിട്ടുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പ് എത്ര ഹങ്കർ ഉണ്ടായിരുന്നുള്ളൂ. ടൂബിൽ എടുക്കണം കേട്ടോ, ടൂബിൽ ആവശ്യമില്ല. ടൂബിൽ എടുക്കാം. എന്തായാലും വണ്ടിയിൽ കിട്ടിയേ, ടൂബിൽ എടുക്കാം. കാരണം വെച്ചാൽ നമുക്ക് ആരോസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ അതെടുക്കാം പറ്റില്ല. അതായത് നമുക്ക് ടൂബിലേക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ എടുക്കണം. ഗ്രൈൻഡ് സ്റ്റോൺ എടുക്കണം. ഗ്രീൻ സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഗ്രീൻ സ്റ്റോൺ അതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. പിന്നെ ലീഡ് നമ്മുടെ ഉണ്ട് ബ്രോ. നമുക്കത് രാമനക്കൊന്ന് പപ്പ നമുക്ക് ഇപ്പൊ തന്നെ ഇവരുടെ 2 വില്ലേജറിന് എടുത്തുകൊണ്ട് പോവാം. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഫൈൻഡ് ആയിരുന്നു. എടുക്കാം. ഇത് വെക്കാം. ഓക്കെ, എത്രയും സ്പേസ് ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ വരുന്ന നോക്കാം. ബ്രെഡ് ഓക്കെ, ഇനി നമുക്ക് എടുക്കാം. ഗ്ലാസ് ഫർണസോ? രാത്രി കൊണ്ട് ഒരു ബെഡെടുത്ത് കടന്നു വന്നു. ഓക്കെ, ഇപ്പൊ തന്നെ ഡേ 11 ആയിട്ടുണ്ട്. നമ്മളിപ്പോഴും നമുക്ക് പ്രോഗ്രസ് ചെയ്യില്ല. വീട്ടിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ബെഡൊക്കെ പരമാവധി എടുക്കൊണ്ട് പോകെങ്കിൽ വീട്ടിലിരുന്ന് വെക്കുന്ന ബെഡൊക്കെ ഒക്കെ ഒക്കെയാണ്. ഈ റൂമിന് ആവശ്യമില്ല. പാവങ്ങളോടൊക്കെ ആരോ ട്രേഡിന്റെ ഒക്കെ നമുക്ക് നീസിന് ഉള്ളിക്കാട് കയറാം. ബെഡെടുക്കാം. ബെഡെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ്, എല്ലാത്തിൻ്റെയും കയറിയിട്ട് ബെഡ് എടുക്കണം. എന്തെടുത്തില്ലെങ്കിലും ബെഡ് എടുക്കണം. അതാണ് മെയിൻ. അതുള്ളൂ മെയിൻ. ഈ വീടുകളുടെ മണ്ടയിൽ ജസ്റ്റ് ഉണ്ടാവില്ല. ബെഡ് എടുക്കാം. ജസ്റ്റിനും കുറെ പൊട്ടറ്റോ, അടുത്തൊരു ബണ്ടിൽ.
ഗൈസ്, പംകിൻ പയ്യോ, അതെന്തൊക്കെ സാധനങ്ങൾ. ഓക്കെ, നമുക്ക് സാധനങ്ങൾ പെയിന്റുള്ള വെക്കാം. ഒരെണ്ണം മാറുന്നു. ഇതും വെക്കാം, ഇതും വെക്കാം, ബക്കറ്റ് വെക്കാം, പിന്നെ ഗ്ലാസ് ഫർണിച്ചർ വെക്കാം, കാർപ്പറ്റ് വെക്കാം. വീട് അവിടെ അടക്കട്ടെ, ആവശ്യമുണ്ടാവും. പിന്നെ അത്ര മതി. വെക്കാം. ജസ്റ്റ് കുറച്ച് ഇനി എടുക്കാണ്ടാവും, അതൊക്കെ അറിയട്ടെ. ഇവിടെ അടുത്ത് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ മുകളിൽ ഇനിയുണ്ട്. കേറുക, ഇല്ലേ സാറില്ല, വെട്ട് കിട്ടിയില്ല. ഇനി നമുക്ക് വേണ്ടുക അടുത്തൊരു വീട് ഇവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുണ്ടോ ഇത് നോക്കാം, പരിശോധിക്കണം, പോരണം, അത്രേ ഉള്ളൂ. വെട്ട് കമ്പണിയാണ്, വെട്ടൊക്കെ വേണം. ആരെന്ത് പറഞ്ഞു വെട്ടി നടക്കും. ഉണ്ട് പേപ്പർ, ഹാക്കിങ്, അതൊക്കെ ആർക്ക് വേണം. ഇങ്ങനെ പോയി സ്റ്റോറേജൊക്കെ എത്ര പെട്ടെന്ന് നേരം. ഇതൊന്നും ഇങ്ങനെ നടക്കണ ഇവിടെ. പിന്നെ മേൽക്കൂരില്ലേ, എന്താണ് എന്താ വെച്ചാ നമ്മക്ക് എന്താ, എനിക്ക് ആകപ്പാട് ഒരു പണി അറിയില്ല. വീട്ടിൽ കയറണം, ഈ സംഭവം എടുക്കണം, എന്നിട്ട് വെട്ടുണ്ടാക്കണം, ഇല്ല ഈ പോട്ട് എടുക്കണം, ഇത് മോളിക്കരുത് ഒന്നുമില്ലാന്ന് അറിയണം, അടിക്ക് കയറണം, കാർപ്പറ്റ് പൊട്ടിക്കണം, ഇത്ര സംഭവിക്കാറുള്ളൂ. വേറെ അതിന്റെ മൂക്കൂര് അവിടെ. പോട്ടെ, വെട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. വീടിനൊക്കെ കടത്തി ഉറക്കാണ്ട് കൊല്ലാൻ കേട്ടോ. അടുത്ത ബണ്ടിൽ എന്തത് ബണ്ടില് കളിക്കും. എത്ര ബണ്ടിലൊക്കെ നമുക്ക് കിട്ടുന്നത് അറിയാം. ജസ്റ്റ് ഇതിലുള്ള വെക്കാം, ബ്രൂസ്റ്റാൻഡ് വെക്കാം, പോട്ടിനുള്ള വെക്കാം, അയണിനുള്ള വെക്കാം. ഓക്കെ, അത്ര സാധനങ്ങളുള്ളൂ. ജസ്റ്റ് ഇതിലുള്ള തൽക്കാലം കിടക്കട്ടെ. ഓക്കെ, അങ്ങനെ അത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കണ്ടേ, നമ്മള് കട്ടാന്നൊന്നും അറിയില്ല. വാതിലല്ല കട്ടുക, അതിന്റെ ആവശ്യം കൂടി ഇല്ല. ചെങ്ങായി ഒന്ന് നീങ്ങോട്ട്, നമുക്ക് സാധനം നമുക്ക് ജോലിയൊന്നും വേണ്ട, ജോലിയില്ലെങ്കിലും ജീവിക്കും. മൈൻക്രാഫ്റ്റില്ലാതെ ഞാനും ജീവിക്കും. എന്നാലും എന്താ ഇങ്ങനൊക്കെ. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ട്, ബെഡ് ഉണ്ട്, ജസ്റ്റിലുള്ള വീണ്ടും വാട്ട ലൂട്ടുണ്ട്, ആവശ്യമില്ലാത്ത കുറെ ലൂട്ടുണ്ട്. ഇതിലുള്ള തിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്, ഇനി കാണിക്കണമെന്നില്ല. ഇനി വീണ്ടും പോകി എന്തെങ്ങനെ നോക്കണെങ്കിൽ ഡോറെടുത്തോണ്ട് പോകാത്തോണ്ടാവും. ഓക്കെ 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 ഓക്കെ, ഇനി എന്താ ഇവിടെ ഉള്ളത്? ബെഡ് നമുക്ക് വേണം, ബെഡ് വേണം, ഇത് വേണം, പിന്നെ ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ജസ്റ്റും വേണം. ഓക്കെ, ഡോറും ഇത് ബ്ലാങ്ക്, അതിന്റെ മുകളിൽ ഇത്. അതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട, തൽക്കാലത്തിന് ആലോചിച്ച് നമ്മുടെ തല വിരിക്കും. തല ആകെപ്പാടൊരു മൈൻഡ് കൺഫ്യൂസിങ് അങ്ങനൊക്കെ ആയിട്ട് പോകും. ആ വഴിക്ക് അങ്ങനെയായിട്ട് പോവാതെ നമുക്ക് ഇതാര്, ഞാന് എന്തെങ്കിലും മോഡ് ഇട്ടുന്നു? എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മോഡ് ഇട്ടിട്ടില്ല. ഇല്ല, റിസോഴ്സ് പാക്ക് ആക്റ്റീവ് കൂടെ ഇല്ല. ഇതാരാ? What the hell? ഇതൊക്കെ ആരാ? അയ്യോ, അതാ ഓടിപ്പോണു. അയ്യോ, ഇതൊക്കെ പുതിയ അപ്ഡേറ്റിൽ വന്ന തോന്നുന്നു. അപ്ഡേറ്റിനെ പറ്റി അധികം ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ടാവും എനിക്ക് അറിയാത്തത്. എന്തായാലും ഇവിടൊക്കെ എത്ര ഉണ്ടാവും, ഒരു ബെഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ആ ബെഡ് കിട്ടുന്നുണ്ട്, ഒരു ബെഡ് കളയാണ്ട് കിട്ടില്ല. ഈ 2 പേരിന് എടുക്കൊണ്ടായിട്ട് പോയാ മതി.
ലൂട്ടൊക്കെ എത്ര മതി? നമുക്ക് എത്ര മതി? ഇനി എടുത്തു കഴിഞ്ഞാൽ എല്ലാരും കരയും. വെറുതെ നിന്റെ പേര് ചീത്ത പേര് കേൾപ്പിച്ച് കരണമെന്നില്ല. ഇതിനെക്കാട്ടും ഇത്ര ലൂട്ടിട്ട് നമുക്ക് പോവാം. പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റി വരുത്താമല്ലോ. നമ്മളെല്ലായിടത്തും വന്നിട്ട് ഇവിടെ കണ്ടോ ലൂട്ടിന്റെ നിറകൂടാണ് ഇവിടെ. നമുക്ക് ഇതൂടെ എടുത്തോണ്ട് പോവാം. എന്തൊക്കെ ഇതില്ലേ വില്ലേജ് ഒട്ടി ലാഭമായി തന്നെ പറഞ്ഞാ മതി. ഇറങ്ങി സീസി ഇറങ്ങി. നിന്റെ ബോട്ട് എടുക്കണം. രണ്ടുപേരിനെ ട്രാപ്പ് ആക്കണം. വില്ലേജിൽ ഒട്ടുമിക്ക എല്ലാ വെഡിങ് നടത്തിട്ടുണ്ട്. ചില വില്ലേജിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. വില്ലേജല്ല സ്ഥലത്ത് ഇപ്പോഴും വെട്ട് എടുക്കാനായിട്ട് ബാക്കിയുണ്ട് കൊണ്ട് എസ്പെഷ്യലി ഇവിടെ ഒന്നും ബാക്കിയില്ല. ഓക്കെ, ഇനി നമുക്ക് 2 ബോട്ട് ഉണ്ടാക്കി നേരെ നമുക്ക് അങ്ങോട്ട് വിടണം. ഒരു ബോട്ട് കൂടി ഉണ്ടാക്കണം, കാരണം ഇരിക്കണമല്ലോ. എനിക്ക് 2 ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം അവിടെ ഉണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ക്രാഫ്റ്റിന്റെ കൊടുത്തു പോയി. എന്തത് പൊട്ടാത്ത? കുറച്ച് വില്ലേജസ് ഉണ്ട് ഇവിടെ. പറഞ്ഞതിന് പുഷ് ചെയ്താൽ നിൽക്കാം. എടുക്കാം. ബോട്ടിൽ സ്ത്രീഡ് മാറി വരൂ. ഇങ്ങോട്ട് വരൂ. ഇരിക്കണം. ഇത് ഭാമാനെ ഇതിനെ അവന്റെ കളി. എന്റെ അഭിപ്രായം വെച്ചപ്പോ ബൈ. ഓ ഷിറ്റ്, ഇതായിരുന്നൊരു പ്രശ്നം. അവനെ അത് കയറാൻ പറ്റില്ല. ഈ സൈഡിലും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മണ്ടയ്ക്കുള്ളത് നമ്മളിവിടെ ഉള്ളപ്പോ ഞാനിവിടെ ഉള്ളപ്പോ എടുത്തോണ്ട് പോണം. നമുക്ക് ഈ മണ്ടനോട് പുഷ് ചെയ്ത് അവിടെ വെക്കാം. അങ്ങനെ 2 പേര്. ഈ നമ്മുടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, അത് ഈ പൊട്ടിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിലാണെങ്കിൽ 3 വില്ലേജസ് ഉണ്ട്, അവിടെ 2 ഉള്ളു. നമുക്ക് ഈ ബോട്ട് പൊട്ടിച്ചോണ്ട് പോവാം. ബോട്ട് കേട്ടോ, അതില് 3 പേര്. കുഴപ്പമില്ല ഗൈസ്, ക്ലീൻ ചെയ്യാം. നമ്മള് കേട്ടെടുക്കും. നമുക്ക് ഇങ്ങോട്ട് പോവാം. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഇത് ലീഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മെല്ലെ ഇങ്ങോട്ടാക്കിട്ട് ഇതും കൂടി ലീഷ് എടുക്കാം. നേരെ നമുക്ക് ഇവരുടെ 2 പേരിനെയും വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ഇതിനോട് ഇരിക്കുക. 3 ബ്ലോക്ക് മുകളിലേക്കാക്കുക. എല്ലാരും ഇടുന്നത് ഷവർ വെച്ചിട്ട് എന്നിട്ട് ഇനി ആദ്യം
ഉമ്മാരനൊക്കെ വിളിച്ചോണ്ടാണ് പോവാ നമുക്കിനി നേരെ കടലിലേക്ക്. വെയിറ്റ് എ മിനിറ്റ്. അങ്ങനെ നമ്മളങ്ങോട്ട് നമ്മുടെ ഇതങ്ങോട്ട് ഇതാക്കാതെ പോവില്ല. ഇതിവിടെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ലൂട്ടിനായിട്ട് ഒബ്സീഡിയൻ ഉണ്ട്, 1 efficiency. ഏതാ ഓക്കെ ലൂട്ടൊക്കെ കിട്ടും. പോവാം. ഈ പ്രാന്തായി കൊണ്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടല്ലോ. വല്ല വാ കടലില് കുറച്ചുകൂടി വേഗം ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ ഫുള്ള് വേനോട് തുഴഞ്ഞോണ്ട് കൊണ്ടുപോവാ. ഇത് ഫുള്ള് ബോറിംഗ് മാത്രം. ഒറ്റ എങ്ങനെയായാലും എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞുതരാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ ഞാൻ ഈ കാര്യത്തിന് വേണ്ടിട്ട് നിന്ന് കുറെ നേരം പിടിച്ചു. ഇവരിന്റെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഫുള്ള് കടലായിരുന്നു. കടലിലൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരുന്നത്. നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ടായെടുക്കാം. പിന്നെ കൊറേ അവരുടെ ലാൻഡിൽ കൂടെ കൊണ്ടുവരാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ കടലിൽ കൂടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് നേരെ വരുന്നെങ്കിൽ മണ്ടയ്ക്ക് ആക്കിയാൽ മതി. വലിയ കുഴപ്പമുണ്ടാവില്ല. ചാടി കൊടുത്താൽ മതി, അവരിങ്ങോട്ട് വന്നോളൂ. ഓക്കെ, നേരെ നമ്മുടെ ബേസിക്ക് വരിക. കുറെ നാളെ ഈ ബേസ് കണ്ടിട്ട്. വേഗം ഒന്ന് ഉറങ്ങട്ടെ. ഇവരിനെ കൊണ്ട് റിസ്ക് ആണ്, കാരണം സോംബീസ് ഒക്കെ എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇവിടെ 2 വില്ലേജസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവരിനെ കൊണ്ടുവരുന്നു. 1 2 3 4 5 പേര്. ഒരു ബേബി കുട്ടി ഉണ്ടായിരുന്നു, അത് എവിടെയെന്ന് കാണാല്ല. കാണാനല്ല, പെയ്തവേ ഒന്ന് തട്ടിപ്പോന്ന് കൊന്നു പോയി. ഇത് ആ കാര്യം വിടുക, അതൊക്കെ പിന്നെ ആലോചിക്കാം. 4 പേരുണ്ടല്ലോ, അത് മതി. എന്റെ കൊണ്ടുവരാൻ കിട്ടിയ പാടൊക്കെ സ്വന്തം വീടെടുത്തുള്ള ഈ സെല്ലൊക്കെ അടുത്ത് വീടാണ്. അതിലേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.